70 വർഷമായി ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന ചൈനയ്ക്ക് ഇപ്പോൾ ഒരു വലിയ ഷോക്ക് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ചൈനയെ വരെ അമ്പരപ്പെടുത്തുന്ന, ചൈനയിൽ ആശങ്ക ഉളവാക്കുന്ന എന്ത് പദ്ധതിയുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ത്യക്കെതിരെ ചൈന നടത്തുന്ന എല്ലാ ഗൂഢാലോചനകൾക്കും എതിരെയുള്ള ഒരു തിരിച്ചടിയാണ് ഈ പദ്ധതി. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ചെയ്യുന്നത് എന്നും ഇതെങ്ങനെയാണ് ചൈനയെ ബാധിക്കുന്നത് എന്നും നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശരിക്കും അമേരിക്കയെ പോലും ഞെട്ടിച്ചിരിക്കുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് 2024 ഡിസംബറിൽ ചൈനയുടെ 14ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രകാരം ബ്രഹ്മപുത്ര നദിയിൽ, അതായത് ചൈനയിൽ ഇതിനെ വിളിക്കുന്നത് യാർലുങ് സാങ്ബോ എന്നാണ്, ഈ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ചൈന ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ടിബറ്റിലെ മെഡോങ് കൗണ്ടിയിലെ യാർലുങ് സാങ്ബോ, അതായത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പേ ചൈന തങ്ങളുടെ ഏറ്റവും അഭിലാഷമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് അംഗീകാരം നൽകി. ഇപ്പോൾ നിലവിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് എന്ന് പറയുന്നത് ചൈനയുടെ തന്നെ ത്രിഗോർജസ് അണക്കെട്ടാണ്. എന്നാൽ ഇപ്പോൾ ചൈന നിർമ്മിക്കാൻ പോകുന്ന ഈ പുതിയ അണക്കെട്ട് എന്ന് പറയുന്നത് ഈ ത്രിഗോർജസ് അണക്കെട്ടിനെ പോലും മറികടക്കും. ഈ അണക്കെട്ടിനേക്കാളും 3 മടങ്ങ് വലുതായിരിക്കും ഇപ്പോൾ ചൈന പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന അണക്കെട്ട്. 2060 ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഈ പദ്ധതി നിർണായകമാകുമെന്നാണ് ചൈന പറയുന്നത്. ഈ അണക്കെട്ടിന് ഏകദേശം $137 ബില്യൺ ചെലവാകുമെന്നും ചൈനീസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിവർഷം 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. ഗ്രേറ്റ് ബെൻഡ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വളവിലൂടെ ബ്രഹ്മപുത്ര നദി 2000 മീറ്റർ കുത്തനെയുള്ള ചരിവിലൂടെയാണ് ഒഴുകുന്നത്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ്, ആസാം, ബംഗ്ലാദേശ് എന്നിവിടങ്ങളെ താഴ്ന്ന നദീതീര പ്രദേശങ്ങളിലേക്കാണ് ഈ ബ്രഹ്മപുത്ര നദി ഒഴുകിയെത്തുന്നത്. 2010 മുതൽ ബ്രഹ്മപുത്രയിൽ നിരവധി അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ അണക്കെട്ട് ഇന്ത്യക്ക് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നദീതീരത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ കാണപ്പെടുന്ന ചൈനയ്ക്ക് ബ്രഹ്മപുത്രയുടെ ഇന്ത്യക്ക് ലഭ്യമായ ജലപ്രവാഹത്തിന്റെ അളവിനെ സ്വാധീനിക്കാൻ കഴിയും. അതായത് അതിർത്തി കടന്നുള്ള നദീതീരങ്ങളുടെ പുനർനിർമ്മാണത്തിന് ചൈനയേക്കാൾ കൂടുതൽ ദുർബലമായ മറ്റൊരു രാജ്യവുമില്ല. ബ്രഹ്മപുത്രയുടെ 50% വെള്ളവും നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഇന്ത്യയുടെ ശുദ്ധജല സ്രോതസ്സുകളുടെ ഏകദേശം 30%വും അതിന്റെ മൊത്തം ജലവൈദ്യുത ശേഷിയുടെ 44%വും ഈ നദിയാണ്. കൂടാതെ ചൈന നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്ന് ഇന്ത്യക്ക് ഏകദേശം പകുതി വെള്ളവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഇത് വരണ്ട സമയത്ത് ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹം കുറയാനും അതുപോലെ തന്നെ മഴക്കാലത്തെ വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അണക്കെട്ട് ഇന്ത്യയിലെ അസം പോലുള്ള സംസ്ഥാനങ്ങൾ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നദിയുടെ യു ബെൻഡിൽ ദിശാസൂചന സ്ഫോടന രീതികൾ ഉപയോഗിച്ച് ചൈനയ്ക്ക് ജലം അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുവിടാനും കഴിയും. അതുപോലെ തന്നെ ഭൂകമ്പത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ അണക്കെട്ട് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത് ഈ അണക്കെട്ടിനെ ഒരു ടിക്കിംഗ് വാട്ടർ ബോംബ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ ഒലിച്ചുപോകും. ഒരുപക്ഷെ ഭൂകമ്പം ഉണ്ടായില്ല എങ്കിലും പേമാരി ബ്രഹ്മപുത്രയുടെ യു ബെൻഡിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായാൽ ഈ പുതിയ അണക്കെട്ട് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾക്ക് ഭീഷണിയാകും. ബ്രഹ്മപുത്ര നദിയുടെ ശരാശരി ഒഴുക്ക് സെക്കൻഡിൽ ഏകദേശം 19,300 ക്യൂബിക് മീറ്റർ ആണ്. വെള്ളപ്പൊക്ക സമയത്ത് ഇത് 5 മടങ്ങായിട്ടാണ് വർദ്ധിക്കുന്നത്. ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ വെള്ളപ്പൊക്ക സാധ്യതയുള്ള നാശനഷ്ടങ്ങളെയുമാണ് ഇതെടുത്ത് കാണിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന് ചൈന പറയുമ്പോഴും ഈ അണക്കെട്ടിന്റെ ഭീമമായ വലിപ്പം ചൈനയ്ക്ക് ജലപ്രവാഹം നിയന്ത്രിക്കാൻ അനുവദിക്കും എന്നും ഒരു നിർണായക സാഹചര്യത്തിൽ, ഒരു ശത്രുതയുണ്ടാകുന്ന സാഹചര്യത്തിൽ ബീജിംഗ് വലിയ അളവിൽ വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ട് എന്നും ഇത് ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകും എന്നും ഇന്ത്യക്ക് ആശങ്കയുണ്ട്. എന്നാൽ ഇവിടെയാണ് ഇന്ത്യ അതിനുള്ള തിരിച്ചടിയുമായി എത്തിയിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ഇന്ത്യ സ്വന്തമായി ഒരു വലിയ ജലവൈദ്യുത അണക്കെട്ടും ജലസംഭരണിയും നിർമ്മിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അരുണാചൽ പ്രദേശിലെ 12 ജലവൈദ്യുത നിലയങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഇന്ത്യ $1 ബില്യൺ ചെലവഴിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. $13.2 ബില്യൺ ചെലവ് വരുന്ന ഈ മൾട്ടിപർപ്പസ് പ്രൊജക്ടിൽ 9 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു റിസർവോയർ ഉണ്ടായിരിക്കും. ഇത് പൂർത്തിയാകുമ്പോൾ
11,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് കഴിയും. ഇത് ഇന്ത്യയുടെ മറ്റേതൊരു ജലവൈദ്യുത പദ്ധതിയെക്കാട്ടിലും കൂടുതലാണ്. എന്നാൽ ഇത് വെറും ജലവൈദ്യുത പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളെ സംരക്ഷിച്ചു പിടിക്കാനുള്ള ഒരു കവചമാണിത്. ഈ ബ്രഹ്മപുത്ര നദിയിൽ ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഈ അണക്കെട്ട് ചൈനയുടെ വലിയ അണക്കെട്ട് മൂലം നദിയുടെ ഒഴുക്കിനുണ്ടാകുന്ന തടസ്സം നികത്തുമെന്നും ചൈന ഒരുപക്ഷെ ഈ വലിയ അണക്കെട്ട് തുറന്നുവിട്ട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ അണക്കെട്ട് ഇന്ത്യക്ക് ഒരു സംരക്ഷണ കവചമായി മാറും. അതുപോലെ തന്നെ ജലക്ഷാമത്തിൽ നിന്നും ഇത് ഇന്ത്യയെ സംരക്ഷിക്കും. അതുപോലെ തന്നെ ചൈനയുടെ ഈ പദ്ധതിയെ വെറുതെ നിരീക്ഷിക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്യുന്നത്, ഒരു ടൈം വാട്ടർ ഇന്റലിജൻസ് നെറ്റ്വർക്കാണ് ഇന്ത്യ ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അതായത് ചൈന ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇന്ത്യ ഇത് നേരത്തെ മുൻകൂട്ടി അറിയും. ഇന്ത്യ ചൈനയിലേക്ക് ഒരുപക്ഷെ വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് അത് അറിയാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു സാങ്കല്പിക വാദമല്ല. ഇന്ത്യ ബ്രഹ്മപുത്ര നദിയിൽ ഒരു ഹൈടെക് സെൻസിംഗ് സ്റ്റേഷനും സാറ്റലൈറ്റ് മാപ്പിംഗും ഗ്രൗണ്ട് റഡാർ സിസ്റ്റവുമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയ്ക്കിനി ഒരു കാര്യങ്ങളും ഇവിടെ രഹസ്യമായി ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെയും ആസാമിലെയും ബ്രഹ്മപുത്ര നദികളിൽ ചെറുതും വലുതുമായ ധാരാളം ഡാമുകൾ തയ്യാറാക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റും റെഡിയായി കഴിഞ്ഞു. ചൈന ഒരുപക്ഷെ ഇന്ത്യയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഈ ഡാം ഉപയോഗിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ചൈന പെട്ടെന്ന് വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ ഈ അണക്കെട്ടുകൾ ആ വെള്ളത്തെ നിയന്ത്രിക്കുകയും അവിടുത്തെ ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുകയും ചെയ്യും. ചൈന എന്തു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടാണോ ഈ അണക്കെട്ട് നിർമ്മാണവുമായി മുന്നോട്ട് പോയത്, ആ പദ്ധതികളെല്ലാം ഇന്ത്യ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ചൈനയുടെ ഏതൊരു പദ്ധതിയും ഇന്ത്യക്ക് മുൻകൂട്ടി അറിയാനും തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുമുള്ള സംരക്ഷണ കവചമാണ് ഇന്ത്യ ഇപ്പോൾ തീർത്തിരിക്കുന്നത്. സാറ്റലൈറ്റ് വഴി ജലശാസ്ത്ര ഡേറ്റ ഇന്ത്യക്ക് തത്സമയം ട്രാക്ക് ചെയ്യാനും ചൈന ചെയ്യുന്നതെല്ലാം മുൻകൂട്ടി ശ്രദ്ധിക്കാനും ഇന്ത്യക്ക് കഴിയും. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയിൽ പണിയുന്ന അണക്കെട്ട് ദ ബാങ്ക് പ്രൊജക്ട്, ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2880 മെഗാവാട്ട് ആണ്. ഇതിന്റെ ഏകദേശ ചിലവെന്ന് പറയുന്നത് 31,875 കോടി രൂപയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി ഈ പദ്ധതി മാറും. വടക്കു കിഴക്കൻ മേഖലയിൽ മുഴുവൻ വൈദ്യുതി വിതരണം ചെയ്യാൻ ഈ പദ്ധതി മൂലം സാധിക്കും. ഈ അണക്കെട്ട് എത്തുന്നത് ചൈനയുടെ അതിർത്തിയോട് ചേർന്നായിരിക്കും. ഈ പദ്ധതി മൂലം അരുണാചൽ പ്രദേശിലും ആസാമിലും വൈദ്യുതി വിതരണം ചെയ്യാൻ സാധിക്കും. ഈ പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 9 വർഷമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി മൂലം നിർമ്മിക്കാൻ പോകുന്ന അണക്കെട്ടിന്റെ ഉയരമെന്ന് പറയുന്നത് 287 മീറ്റർ ആണ്. ഇതിനർത്ഥം ഇത് വെറും ഒരു സാങ്കേതിക ഘടന മാത്രമല്ല, ഇന്ത്യയുടെ ഉന്നത സങ്കല്പവും ഭാവി സിദ്ധാന്തത്തിന്റെ സൂചകവുമാണിത്. ഇതിന് മൊത്തത്തിൽ 6 ടണലുകളാണുള്ളത്. ഒരു വശത്ത് ഇത് വെള്ളം സംഭരിക്കുകയും മറുവശത്ത് ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് വെള്ളപ്പൊക്ക നിയന്ത്രണമാണ്. മൺസൂൺ സമയത്ത് ആസാമും അരുണാചൽ പ്രദേശും ഈ ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത കാരണം വർഷങ്ങളായി ഇത് നേരിടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയുടെ സഹായത്തോടെ വെള്ളപ്പൊക്കം തടയാൻ സാധിക്കും. എല്ലാ വർഷവും വെള്ളപ്പൊക്കം കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറുന്ന പ്രദേശങ്ങളാണ് ഇപ്പോൾ വികസനത്തിന്റെ പാതയിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ചൈനയ്ക്കുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ബ്രഹ്മപുത്ര നദിയിൽ ചൈന ഒരു വലിയ അണക്കെട്ട് പണിയുമ്പോൾ ഇതിനെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നിപ്പോൾ ഇന്ത്യ തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓരോ നിലപാടും ഇപ്പോൾ വ്യക്തമായി തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി ചൈനയ്ക്കെതിരെ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നത്. ഈ പദ്ധതിയോടൊപ്പം തന്നെ ഇന്ത്യ ഇവിടെ ഒരു ഹിമാലയൻ ഗ്ലാസിയർ മോണിറ്ററിംഗ് സിസ്റ്റവും ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതിയുമുണ്ട്. ഇവിടുത്തെ മഴയും വെള്ളത്തിന്റെ ഒഴുക്കും ഹിമാനികൾ ഉരുകുന്നതും എല്ലാം ഇന്ത്യക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാനും രേഖപ്പെടുത്താനും സാധിക്കും. ഇതുമൂലം കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം എന്നിവ മുൻകൂട്ടി അറിയാൻ സാധിക്കും. എന്തായാലും ചൈനയുടെ ആസൂത്രണ പദ്ധതിക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.